Hey my beautiful, welcome back to my Pups channel. Your current situation and the divine message for you. നിങ്ങൾ പോകുന്ന അവസ്ഥ, അവിടെ നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ് എന്താ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കളക്റ്റീവായിട്ട് നോക്കുന്നത്. സോ ബിഫോർ ദാറ്റ് നിങ്ങളുടെ റീഡിങ്, നിങ്ങളുടെ എനർജി കണക്ട് ചെയ്യുന്ന സമയത്ത് വളരെ ഒരു സന്തോഷം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ഓർ വലിയ സീരിയസ് ആയിട്ട് നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻ ഈ സമയം കാണാതിരിക്കുക. ബിക്കോസ് യൂണിവേഴ്സ് നിങ്ങളുടെ അടുത്ത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ വളരെ ജെന്റിൽ ആയിട്ട് നിൽക്കുന്നുണ്ട്. സോ എന്തൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഈ സമയത്ത് സംഭവിക്കുന്നുണ്ടോ ഒന്നും നിങ്ങൾ സീരിയസ് ആക്കി എടുക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ അത്ര സീരിയസ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ചില കാര്യങ്ങളല്ല. ഈവൻ നിങ്ങൾ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ, റിലേഷൻഷിപ്പിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന പെയിൻ, ലൈഫിൽ എന്ത് സ്ട്രഗിൾ ആണെന്നുണ്ടെങ്കിലും അത് ഫിക്സ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇറ്റ്സ് ഇൻ ദ പ്രോസസ്. നിങ്ങളുടെ കറന്റ് സിറ്റുവേഷൻ ആൻഡ് വാട്ട്സ് ദ ഡിവൈൻ മെസ്സേജ് ഫോർ യു. What's your current situation and what's the divine message for you? So you're already trusting the process, right? നിങ്ങളുടെ സിറ്റുവേഷൻ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്, or നിങ്ങൾക്കറിയാം എന്തൊക്കെ ഒരു നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത്. വളരെ സ്ട്രോങ് ആയിട്ടൊരു ട്രാൻസിഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, നല്ല മാറ്റം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ബിക്കോസ് നിങ്ങൾ പഠിക്കുന്നുണ്ട് എങ്ങനെ നിങ്ങൾ സ്വയം വിശ്വസിക്കണം, എങ്ങനെ ഒരു ഡിവൈനില്, ദൈവത്തിൽ എങ്ങനെ വിശ്വസിക്കണം എന്നുള്ളത്, റൈറ്റ്? നിങ്ങളുടെ പവറിൽ എങ്ങനെ വിശ്വസിക്കണം എന്നുള്ളത് നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കണം. ഓക്കെ, ചില ആളുകൾ വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ചില ലൈഫ് സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്, അല്ലെ? വളരെ റിസ്കി ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. അല്ലെങ്കിൽ ലൈഫ് നിങ്ങൾ അങ്ങനെയാണ് കാണുന്നത്. സോ നിങ്ങൾ അതിനനുസരിച്ചിട്ട് പോവാന്നുള്ളൂ. നിങ്ങൾ ചില സിറ്റുവേഷൻ ചേഞ്ച് ആക്കാൻ ശ്രമിക്കുന്നുണ്ടാവില്ല. നിങ്ങളെ പേടിപ്പെടുത്തിയിട്ടുള്ള പല പല കാര്യങ്ങളും ഇനി അതിൽ നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇമോഷൻസ് ഈ ഒരു സമയത്ത് തോന്നുന്നുണ്ടാവില്ല. ബിക്കോസ് നിങ്ങൾ കുറെ പഠിക്കുന്നുണ്ട് ലൈഫായിട്ട് എങ്ങനെ അതിന്റെ ഫ്ലോയിൽ പോകണം എന്നുള്ളത്, അല്ലെങ്കിൽ എങ്ങനെ ട്രസ്റ്റ് ചെയ്യണം എന്നുള്ളത് സിറ്റുവേഷൻ, അല്ലെ? സോ ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നും ഇന്നത്തോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു എന്ന് തോന്നുന്ന ചില മൊമെന്റ്സ് ഒന്നും മിറാക്കിൾസ് സംഭവിക്കുന്നുള്ള ഒരു കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അങ്ങനത്തെ ഒരു വിശ്വാസം നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടാവുന്നുണ്ടായിരിക്കണം. സോ അതാണ് ചില ആളുകൾ വളരെ കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ഒരു വളരെ ലൈറ്റ് ആയിട്ട് ഈസി ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, അല്ലെ? ഈ സമയത്തും അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് വൈബാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിന് കിട്ടുന്നത്. ബിക്കോസ് നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി അങ്ങനെയാണ്. സോ നിങ്ങളെല്ലാം വളരെ സീരിയസ് ആക്കി എടുക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് സീരിയസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അവിടെ നിന്ന് ഉണ്ടാവുന്നത്. പക്ഷെ ഈ ഒരു മൊമെന്റിൽ നിങ്ങൾ എന്ത് വേണമെന്നുണ്ടെങ്കിലും വന്നോട്ടെ, ഐ എം റെഡി ടു ഫേസ് എന്നുള്ളൊരു കൈൻഡ് ഓഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ഓർ ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഷവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ റിസീവ് ചെയ്യുന്നുണ്ട്. ഈവൻ പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ ഒന്നിന് പിറകെ ഒന്നായിട്ട് സംഭവിക്കുന്നുണ്ടായിരിക്കണം, പക്ഷെ നിങ്ങൾ അത് വളരെ നല്ലൊരു ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് ഡീൽ ചെയ്യുന്നുണ്ട്. സോ അവിടെ സ്ലോലി നിങ്ങൾക്ക് അവിടെ മാറ്റങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. പതുക്കെ പ്രോബ്ലംസ് ഒക്കെ മാറിയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതൽ റിസീവ് ചെയ്യുന്നുണ്ടായിരിക്കുക, റൈറ്റ്? ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ, ചെറുതും വലുതുമായിട്ടുള്ള പല മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കണം. എസ്പെഷ്യലി ഈ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഫൈനാൻഷ്യൽ ട്രബിളിലൂടെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ഇനി ആ ഒരു കാര്യത്തിന് പേടിപ്പിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, സോ സ്ലോലി ആ ഒരു ആറ്റിറ്റ്യൂഡ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലുള്ള ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ കുറച്ചുകൂടി ഒരു ഫൈനാൻഷ്യൽ ഫ്ലോ നിങ്ങളുടെ ലൈഫിൽ ബെറ്റർ ആവുന്നുണ്ട്. സോ ഓരോ സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്ത് മാനേജ് ചെയ്ത് പോകാനുള്ള ഒരു ഫൈനാൻഷ്യൽ ഫ്ലോ നിങ്ങളിലേക്ക് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ കുറച്ചുകൂടി എടുക്കേണ്ട ഒരു കാര്യം അങ്ങനെയാണ്. ഫൈനാൻഷ്യലി ഒരുപാട് ടെൻഷനൊക്കെ അനുഭവിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പ്ലസന്റ് ആയിട്ടുള്ള ഇമോഷൻസ് നിങ്ങൾ കൂടുതൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് ഇങ്ങനെ പ്രശ്നം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പേടിക്കുക, ഞാനത് ഡീൽ ചെയ്യും, അല്ലെങ്കിൽ അതിന് എനിക്ക് റൈറ്റ് ആയിട്ട് ഡീൽ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്റെ ലൈഫിൽ വരും. ഫൈനാൻഷ്യലി എവിടെന്നെങ്കിലും ഈ ഒരു കാര്യം മാനേജ് ചെയ്ത് പോകുന്ന ഒരു കോൺഫിഡൻസിൽ നിങ്ങൾ വെക്കുക. ഓക്കെ, സോ നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങളുടെ ലൈഫിൽ ഇതുപോലത്തെ ഒരു മാറ്റം കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും അവിടെ മാറുന്നില്ല, പക്ഷെ നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറുന്ന സമയത്താണ് നിങ്ങൾക്ക് അത് നിങ്ങളുടെ ലൈഫിൽ റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ഓൾറൈറ്റ്, നമ്മൾ പേടിക്കാൻ നിൽക്കുന്ന സമയത്താണ് നമ്മളെ പേടിപ്പിക്കാൻ ആളുകൾ ഉണ്ടായിരിക്കുക. ഡിവൈൻ ചില സമയത്ത് അങ്ങനെയാണ്. യൂണിവേഴ്സിൽ നിന്നും നമുക്ക് അതുപോലത്തെ എക്സ്പീരിയൻസ് ആണ് ഉണ്ടാവുക, റൈറ്റ്? നമ്മൾ ഒരുപാട് കാര്യത്തിലേക്ക് പേടിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പേടിപ്പിക്കുന്ന എക്സ്പീരിയൻസ് വീണ്ടും വീണ്ടും ഉണ്ടാവും. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ ഫൈനലി ആ ഒരു ഫ്ലോയിൽ നിങ്ങൾ പോവാൻ പഠിക്കുന്നുണ്ട്. ഓക്കെ, ഒരുപാട് ലൈഫ് പേടിച്ചെടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണ്. നിങ്ങൾ പേടിപ്പിക്കാൻ ആളുകൾ ഉണ്ടാവും. അതിന്റെ മുന്നിലുണ്ടാവുന്നത് യൂണിവേഴ്സ് ആയിരിക്കും, ഈ പ്രപഞ്ചം തന്നെയായിരിക്കും. ഓൾറൈറ്റ്,
സോ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ സ്വപ്നത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ഗൈഡൻസ് കിട്ടുന്നുണ്ടായിരിക്കണം, സ്വപ്നത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ടായിരിക്കണം. മേ ബി ചില ആളുകൾ നിങ്ങൾ സ്വപ്നത്തിൽ നിങ്ങൾ എന്താണോ റിയൽ ലൈഫിൽ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ സ്വപ്നത്തിൽ കാണുന്നുണ്ടായിരിക്കണം, അല്ലെ? സോ ഇറ്റ്സ് ലൈക്ക് നിങ്ങൾ വണ്ടർ ആവുന്നുണ്ടായിരിക്കണം, ഇത് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമാണല്ലോ, സ്വപ്നത്തിൽ എന്തുകൊണ്ട് വന്നു. മേ ബി ലൈക്ക് ചില ആളുകളെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവരെ സ്വപ്നത്തിൽ കാണാൻ സാധിക്കുന്നതായിരിക്കാം. ഓക്കെ, ഇറ്റ്സ് ഓൾ എ കൺഫർമേഷൻ. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഡെലിവർ ആവാൻ പോകുന്നതിന്റെ കൺഫർമേഷൻ ആണ്. ഓക്കെ, വരാൻ പോകുന്നതാണ് നിങ്ങൾ മുൻകൂട്ടി സ്വപ്നത്തിൽ കാണുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രീം പ്രോസസ് ആവുന്നുണ്ട്, നിങ്ങളുടെ ഡ്രീം എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്, ആക്റ്റീവ് ആവുന്നുണ്ട്. ഓക്കെ, സോ ചില കാര്യങ്ങള് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, സോ ആദ്യം നിങ്ങളുടെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളാവുന്നുണ്ട് ആൻഡ് സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവുന്നുണ്ട്. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്, അല്ലെ? നിങ്ങളുടെ ആഗ്രഹങ്ങൾ സ്വപ്നത്തിൽ വരുന്നുണ്ട്, നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാവുന്നുണ്ട്. ബ്യൂട്ടിഫുൾ പ്രോസസ്, അല്ലെ? ഐ ഫീൽ ലൈക്ക് യൂണിവേഴ്സ് ഇസ് ഹഗ്ഗിങ് യു. ഓക്കെ, ദ പവർ ഇസ് ഹഗ്ഗിങ് യു, ചേർത്ത് പിടിക്കുകയാണ്. ഓക്കെ, സോ യു ആർ നോട്ട് അലോൺ ഇൻ ദിസ് ജേർണി. ഓക്കെ, സോ എന്ത് ലൈഫ് സിറ്റുവേഷനിൽ കൂടെ പോവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ഒറ്റയ്ക്കല്ല. സോ നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് ഉണ്ടാവുന്നുണ്ട്, നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസും ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും, അല്ലെ? എനർജറ്റിക്കലി നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. ആൻഡ് ഫൈനലി നിങ്ങൾക്ക് ചില കോംപ്രമൈസ് ഉണ്ടാവുന്നത് അത് ആളുകളുമായിട്ടായിരിക്കാം ആൻഡ് ഡിവൈനുമായിട്ടാണ്. ഓൾറൈറ്റ്, വിത്ത് പവർ. ഓക്കെ, സോ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കുറെ ലൈഫിൽ ഇട്ട് തരുന്നുണ്ടായിരിക്കണം. ആൻഡ് ഫൈനലി ഒരു കോംപ്രമൈസിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇറ്റ്സ് ഡൺ, ഇറ്റ്സ് ഓവർ. മേ ബി നിങ്ങളുടെ റിയാക്ഷനിൽ അവിടെ മാറ്റങ്ങൾ വന്നതുകൊണ്ടായിരിക്കാം, ഓർ നിങ്ങൾ സ്ട്രോങ് ആയിട്ടുണ്ടായിരിക്കണം, ഓർ എന്താണോ നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളെ ഡിഫറെന്റ് ആയിട്ട് ചിന്തിപ്പിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കണം. മേ ബി അതായിരിക്കാം ആ ഒരു കഷ്ടപ്പാടിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, നിങ്ങൾ റിയൽ ആയിട്ട് പോകുന്ന ഒരു ഇമോഷണൽ സിറ്റുവേഷൻസ് ഉണ്ട്, ഒരു സെന്റിമെന്റൽ സിറ്റുവേഷൻ ഡെഫിനറ്റ്ലി ഉണ്ട് നിങ്ങൾ പല ലൈഫ് സിറ്റുവേഷനിൽ. ഓക്കെ, നിങ്ങളുടെ പല എക്സ്പീരിയൻസ് ഉണ്ട്. സോ ഫൈനലി അത് കാണുന്ന സമയത്ത് നമ്മൾ ഡെഫിനറ്റ്ലി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പവർ ഉണ്ട്, അല്ലെ? അത് നമ്മളെ അനാവശ്യമായിട്ട് സ്ട്രഗിൾ ചെയ്യിപ്പിക്കില്ല, ഒരു റീസൺസ് ഉണ്ടായിരിക്കണം. ഈവൻ നിങ്ങൾ പോകേണ്ട ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിലും അതിന് തന്നെ ഒരു വിഷമാവുന്നുണ്ട് നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് they are supporting you, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തൊരു പവർ, ആൻസിസ്റ്റേഴ്സ് ആയിരിക്കാം, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു പവർ ആയിരിക്കാം, യൂണിവേഴ്സ് ഓർ ഡിവൈൻ ഇസ് പ്രൊട്ടക്ടിങ് യു, അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുകയാണ് നിങ്ങൾ പല രീതിയിൽ. ഓക്കെ, സോ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം, അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് റിഫ്ലക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കണം. സോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്, ബിക്കോസ് ഡിവൈൻ ആക്ച്വലി സപ്പോർട്ടിങ് യു. ഓക്കെ, സെലിബ്രേറ്റ്, ടേക്ക് എ ബ്രേക്ക്. അല്ലെങ്കിൽ ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തരാണ്, നിങ്ങളൊന്ന് സന്തോഷമായിട്ടിരുന്നോളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട്. അത് നിങ്ങളുടെ ചില ആഗ്രഹങ്ങൾ റിയൽ ലൈഫിലേക്ക് തന്നിട്ടായിരിക്കാം. ഓക്കെ, സന്തോഷിച്ചോളൂ എന്ന് പറയുന്നത് പോലെ. ഓക്കെ, സോ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ടിങ് നിങ്ങൾക്ക് ഈ ഒരു സമയം ഡിവൈൻ ആയിട്ട് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, യു ആർ എ വെരി സ്പെഷ്യൽ ചൈൽഡ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടതും അതാണ്, യു ഗൈസ് ആർ വെരി സ്പെഷ്യൽ ചൈൽഡ്. Your current situation, what's the message for you? Possibilities. Alright. See, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഈ സമയം ഇമ്പോസിബിൾ ഓർ വെരി ഡിഫിക്കൽട്ട് ആണ് ഏൺ ചെയ്യാൻ, ലൈഫിൽ നേടിയെടുക്കാൻ തോന്നുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ലെ? സോ ആ ഒരു ഡിഫിക്കൽട്ട് മൊമെന്റിലും ഡിവൈൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് അതിന്റെ പോസിബിലിറ്റീസ് കാണിച്ചു തന്നുകൊണ്ടാണ്. ഓക്കെ, സോ നിങ്ങളൊരു വഴിക്ക് പോവാണ്. സോ നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് ഒരു രീതിയിലും കാണാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ നിങ്ങൾ മടങ്ങി പോവാണ്, എനിക്കിനി പറ്റില്ല എന്ന് തോന്നുന്ന മൊമെന്റില് നിങ്ങൾക്ക് ആ ഒരു ഡയറക്ഷൻ ഉണ്ടാവാണ്. ഓക്കെ, ഇത്ര ദൂരം കൂടെ പോയാൽ നിങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തും എന്ന് പറയുന്നത് പോലെ ഏതൊക്കെയോ രീതിയിൽ നിങ്ങളെ മുന്നോട്ട് പുഷ് ചെയ്യാൻ ഡിവൈൻ എൻകറേജ് ചെയ്യുന്നുണ്ട്, പോസിബിലിറ്റീസ് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ വേണ്ടെന്ന് വെക്കുന്ന സമയത്ത്, നിങ്ങൾക്ക് ഗിവ് അപ്പ് ചെയ്യാൻ തോന്നുന്ന സമയത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് സ്വപ്നത്തിൽ കാണിച്ചു തരുന്നുണ്ടായിരിക്കണം. ഇങ്ങനെയൊക്കെ വന്നാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത്. സോ അപ്പം വീണ്ടും നിങ്ങൾക്കൊരു എക്സൈറ്റ്മെന്റ് ആയിരിക്കാം, വീണ്ടും നിങ്ങൾക്ക് അത് ഗിവ് അപ്പ് ചെയ്യാൻ തോന്നുന്നില്ല, നിങ്ങൾക്ക് അതിന്റെ പിറകെ പോകാൻ തോന്നും, അല്ലെ? നിങ്ങളുടെ സ്വപ്നത്തിന്റെ പിറകെ പോകാൻ തോന്നും. സോ ഡിവൈൻ അങ്ങനെയാണ് നിങ്ങളുടെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഫെയിൽ ആക്കണം, നിങ്ങൾ തോറ്റു പോകണമെന്ന് നിങ്ങളുടെ കൂടെയുള്ള ഒരു പവറിന് അങ്ങനത്തെ ഒരു ആഗ്രഹം ഇല്ല. ദേ ആർ സപ്പോർട്ടിങ് യു,
ദേ ആർ ലിറ്ററലി സപ്പോർട്ടിങ് യു, പുഷിങ് യു, എൻകറേജ് ചെയ്യുന്നുണ്ട് നിങ്ങളെ, പോസിബിലിറ്റീസ് ലൈഫിൽ കാണിച്ചു തന്നിട്ട്. ഓർ നിങ്ങൾക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കാം അല്ലെ, അത് നിങ്ങൾ പല പ്ലേസിൽ നിന്ന് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കണം, പല ആളുകളുടെ ലൈഫിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കണം. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ സറൗണ്ടിങ്ങിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കണം. അത് നിങ്ങളെ അസൂയപ്പെടുത്താനോ ഇൻസെക്യൂർ ആക്കാനോ വേണ്ടിയിട്ടല്ല, അത് എന്റെ ലൈഫിൽ ഇല്ലല്ലോ എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അത് നിങ്ങൾക്ക് കാണിച്ചു തരാണ്, നിങ്ങളുടെ ആഗ്രഹം റിമൈൻഡ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, സോ പോസിബിലിറ്റീസ് നോക്കുക, നിങ്ങൾ നേച്ചറിലേക്ക് കൂടുതൽ നോക്കുക, നിങ്ങളുടെ സറൗണ്ടിങ്ങിലേക്ക് കൂടുതൽ നോക്കുക. ബിക്കോസ് യൂണിവേഴ്സ് അതിന്റെ പോസിബിൾ ആയിട്ടുള്ള വഴിയിൽ കൂടിയൊക്കെ നിങ്ങൾക്ക് വേണ്ട ഗൈഡൻസ് തരുന്നുണ്ട്. അത് നിങ്ങൾ റിസീവ് ചെയ്യാം. ആൻഡ് ഈ ഒരു കുറച്ച് സമയത്തേക്ക് നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ആ ഒരു പവറുമായിട്ട് ഉണ്ടാവുന്നുണ്ട്. ബിക്കോസ് നിങ്ങൾ സിറ്റുവേഷനായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോവാണ്. സോ എന്ത് കാണിച്ചാലും നിങ്ങൾക്ക് ഒരു പേടി ഒരു സമയത്ത് ഉണ്ടാവില്ല. ഓക്കെ, ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നു, ഇറ്റ്സ് ഓക്കെ, ലൈക്ക് ഡീൽ ചെയ്യാം എന്നുള്ളൊരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ, അല്ലെങ്കിൽ എന്നെ ബോധർ ചെയ്യുന്ന ഒരു കാര്യമില്ല എന്നൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും നിങ്ങൾ ഇടുന്നുണ്ടായിരിക്കാം. ഓക്കെ, സോ ചില ആളുകൾക്കുള്ള മെസ്സേജും അതാണ്, നിങ്ങൾ എന്ത് ലൈഫ് സിറ്റുവേഷനിലേക്ക് വരുന്ന സമയത്തും പേടിക്കാതിരിക്കാം. ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ, യു വിൽ ഫൈൻഡ് ദ സൊല്യൂഷൻ ഫോർ ദാറ്റ്. അതാണ് നിങ്ങൾക്കുള്ള മെസ്സേജ്. ഹോപ്പ് യു ലൈക്ക് ദിസ് റീഡിംഗ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ്.